Hello friends, എല്ലാവർക്കും നെറ്റ്ലിങ്ക് ടെക്നിക്കൽ വീഡിയോസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നെറ്റ്ലിങ്കിന്റെ ONT-കളിലൊക്കെ എങ്ങനെ വോയിസ് കോൺഫിഗറേഷൻ എങ്ങനെ സെറ്റപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് വോയിസ് എങ്ങനെ കോൺഫിഗർ ചെയ്യാം എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചെയ്യാൻ പോകുന്നത് നെറ്റ്ലിങ്കിന്റെ HG323RGW എന്ന് പറഞ്ഞ ക്ലിയർ ONT-യിലാണ്. അതുപോലെ തന്നെ HG323DAC എന്ന് പറഞ്ഞ ക്ലിയർ ONT-യിലും ചെറിയ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലെ വ്യത്യാസമുള്ളൂ. അപ്പോൾ അത് എന്തൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാം. അതുപോലെ നിങ്ങൾ വോയിസിൻ്റെ കോൺഫിഗറേഷൻ നിങ്ങളുടെ ISP അതായത് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറുടെ അടുത്ത് നിന്ന് നിങ്ങൾ ഡീറ്റെയിൽസ് വാങ്ങി വെക്കണം. അതായത് അത് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് വാങ്ങി വെക്കേണ്ടതെന്നുള്ള നമുക്ക് ഈ വീഡിയോയിൽ തുടർന്ന് വരുമ്പോൾ പറയാം. അപ്പോൾ വോയിസ് മെയിനായിട്ടും രണ്ട് രീതിയിലാണ് കോൺഫിഗർ സാധാരണ ചെയ്യാറുള്ളത്. അതായത് ഒന്നാമത്തെ DHCP മോഡ്, രണ്ടാമത്തെ സ്റ്റാറ്റിക് IP മോഡ്. അപ്പോൾ ഇത് രണ്ട് എന്തൊക്കെയാണെന്നും വോയിസ് കോൺഫിഗർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വോയിസ് എങ്ങനെ കോൺഫിഗർ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ONT-യിലേക്ക് ലോഗിൻ ചെയ്യാം. ONT-ൻ്റെ ഡീഫോൾട്ടായിട്ടുള്ള ലോഗിൻ IP അഡ്രസ്സ് ഈ ഒരു 192.168.1.1 അത് നമ്മൾ ONT-ൻ്റെ താഴെ കൊടുത്തിട്ടുണ്ടാവും. ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ONT-ൻ്റെ ലോഗിൻ അഡ്രസ്സ് ഏതാണ്, യൂസർ നെയിം പാസ്വേഡൊക്കെ താഴെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ പാസ്വേഡ് അടിച്ചിട്ട് ബാഡ് പാസ്വേഡാണ് കാണിക്കണത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻ്റർനെറ്റ് ഓപ്പറേറ്ററെ വിളിച്ചിട്ട് മാറ്റിയ പാസ്വേഡ് അവരോട് ചോദിക്കുക. ഓക്കെ, എന്നിട്ട് മാറ്റിയ പാസ്വേഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻ്റർനെറ്റ് കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. നമ്മളിനി വോയിസ് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് കോൺഫിഗർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, മേലെ ഐ ബട്ടണിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നിലവിൽ വാൻ കണക്ഷൻ ഫോയിൽ പോയാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മളെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഓക്കെയാണ്. നമ്മൾ വോയിസ് എങ്ങനെ കോൺഫിഗർ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നെറ്റ്ലിങ്കിൻ്റെ HG323RGW പറഞ്ഞ ഈ ഒരു ONT-യിൽ കോൺഫിഗർ ചെയ്യുന്നത് കാണിക്കുന്നത്, ശേഷം DAC-യിൽ എങ്ങനെയെന്നുള്ള വ്യത്യാസമുള്ള സെറ്റിങ്സ് ഈ വീഡിയോൻ്റെ അവസാനം കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഓൾറെഡി ഒരു കണക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഇവിടെ സ്റ്റാറ്റസിൻ്റെ തൊട്ടിപ്പുറത്ത് നെറ്റ്വർക്കിൽ പോയി കഴിഞ്ഞാൽ പുതിയൊരു കണക്ഷൻ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ന്യൂ വാൻ കണക്ഷൻ, അപ്പോൾ അത് കൊടുക്കാം. ഇത് മോഡ് ബ്രിഡ്ജ് മാറ്റിയിട്ട് റൂട്ടിൽ കൊടുക്കാം. എന്നിട്ട് ഏറ്റവും താഴെ സർവീസ് മോഡ് ഇൻ്റർനെറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് വോയിസ് കൊടുക്കാം. ചിലതിൽ VOIP എന്നായിരിക്കും അത്, അപ്പോൾ ഏതാണുള്ളത് അത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് IP പ്രോട്ടോകോൾ മോഡ് വെർഷൻ 4 സെലക്ട് ചെയ്യാം. എന്നിട്ട് DHCP ഉണ്ട്, സ്റ്റാറ്റിക് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം DHCP കാണിച്ചിട്ട് സ്റ്റാറ്റിക്കും കൂടി കാണിക്കാം. ഓക്കെ, അപ്പോൾ DHCP ആണെങ്കിൽ നമ്മൾ ആദ്യം DHCP സെലക്ട് ചെയ്യാം. VLAN ID കൊടുത്തിട്ട് എന്താണോ നിങ്ങൾ VLAN ID അത് കൊടുക്കുക. ശേഷം ടേൺ ഓഫ് ലാൻ DHCP എന്നുള്ള ടിക്ക് ഇടുക, സേവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇതേ സമയം നമ്മളിവിടെ സ്റ്റാറ്റിക് ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സെറ്റിങ്സുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം. കൂടുതൽ സെറ്റിങ്സ് അല്ല, കൂടുതൽ IP അഡ്രസ്സ് അതിന് സബ്നെറ്റ് കാര്യങ്ങൾ കൊടുക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ആദ്യം നമ്മൾ സ്റ്റാറ്റിക് സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മളെ VLAN ID എന്താണോ വോയിസിൻ്റെ VLAN ID കൊടുക്കുക. ശേഷം നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് നമ്മൾ IP അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളെ സബ്നെറ്റ് മാസ്ക് കൊടുക്കുക. ഡീഫോൾട്ട് ഗേറ്റ് വേ ഉണ്ടാവും. നമ്മൾ ഇത്രയും സ്റ്റാറ്റിക്കാവും നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് കൊടുക്കണം. എന്നിട്ട് ഏറ്റവും താഴെ സേവ് ഉണ്ടാവും, സേവ് ചെയ്യാം. ഞാൻ ഇപ്പോൾ DHCP-യിൽ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ സേവ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് ഏറ്റവും മേലെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ SIP എനേബിൾ എന്നുണ്ടാവും. ഓക്കെ, ഇത് ഡീഫോൾട്ടായിട്ട് ഡിസേബിൾ ആയിരിക്കും, അത് എനേബിൾ കൊടുക്കുക, സേവ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് VOIP കോൺഫിഗറേഷൻ ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക, VOIP കൊടുക്കുക. എന്നിട്ട് സോഫ്റ്റ് സ്വിച്ച് SIP ആണെന്ന് ഒന്നുകൂടി വെരിഫൈ ചെയ്യുക. എന്നിട്ട് SIP രജിസ്റ്റർ അഡ്രസ്സ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് BSNL-ൻ്റെ കേരള BSNL-ലാണ്. ഇത് ഓരോ പ്രൊവൈഡറിനനുസരിച്ച് മാറും. അപ്പോൾ നിങ്ങൾ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറോട് ചോദിച്ചിട്ട് എന്താണോ SIP രജിസ്ട്രേഷൻ അഡ്രസ്സ് അത് ചെയ്യുക. അത് എടുത്തിട്ട് അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, സെക്കൻഡറി SIP രജിസ്റ്റർ അഡ്രസ്സിൽ ആ ഒരു ഇതിൽ അവിടെ കൊടുക്കാം. പ്രൈമറി SIP പ്രോക്സി ഉണ്ട്, അതിലും കൊടുക്കാം. സബ്സ്ക്രൈബ് ടിക്ക് ഇടരുത്, എനേബിൾ ഔട്ട് ബൗണ്ട് പ്രോക്സി എന്നുള്ള ടിക്ക് ഇടാം. ഔട്ട് ബൗണ്ട് പ്രോക്സി അഡ്രസ്സ് കൊടുക്കുക.
SIP ഡൊമെയിൻ കൊടുക്കുക. എനേബിൾ സെഷൻ ടൈമർ ടിക്കാണെന്ന് വെരിഫൈ ചെയ്യുക. സെക്കൻഡറി SIP പ്രോക്സി ഡീറ്റെയിൽസ് കൊടുക്കണ്ട. ലൈൻ 1 ടിക്ക് ഇടുക. എന്നിട്ട് ഇവിടെ എന്താണോ നിങ്ങളെ നമ്പർ, ലാൻഡ് ലൈൻ നിങ്ങൾ തന്നിട്ടുള്ള നമ്പർ അത് കൊടുക്കുക. അത് തന്നെ ഒന്നും കൂടി അക്കൗണ്ട് നെയിം എന്നുള്ളിടത്ത് കൊടുക്കുക. നിങ്ങൾക്ക് തന്നിട്ടുള്ളൊരു പാസ്വേഡ് ഉണ്ടാകും. ആ പാസ്വേഡും കൂടി കൊടുത്തിട്ട് സേവ് ചെയ്യുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും മേലെ സ്റ്റാറ്റസിൽ വന്നിട്ട് VOIP ഇൻഫർമേഷനിൽ വന്നാൽ ഇവിടെ രജിസ്റ്ററിങ് നമ്മൾ കാണിക്കും ആദ്യം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് രജിസ്റ്റേർഡ് എന്നാകും. എന്നിട്ട് നമ്മൾ ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലാൻഡ് ലൈൻ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡയലിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ HG323RGW എങ്ങനെ ചെയ്യാൻ നോക്കി. നമുക്കിനി ജസ്റ്റ് DAC മോഡത്തിൽ ONT എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. DAC ONT തമ്മിലുള്ള വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കുക. ജസ്റ്റ് ഇവിടെ പുതുതായിട്ട് കൊടുക്കുക. ഇവിടെ VOIP എന്നായിരിക്കും. പിന്നെ നമ്മൾ ഇവിടെ ബൈൻഡിങ് പോർട്ടുകൾ കാണിക്കും. ഇതിലൊന്നും ടിക്ക് ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാറ്റിക് ആണോ DHCP ആണോ കൊടുക്കുക. നമ്മൾ VLAN ID, വോയിസിൻ്റെ VLAN ID കൊടുക്കുക. എന്നിട്ട് താഴെ അപ്ലൈ കൊടുക്കുക. ഓക്കെ, അപ്പോൾ വോയിസിൻ്റെ കണക്ഷൻ ആഡ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും മേലെ ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. ഇതിൽ ഡീഫോൾട്ടായിട്ട് നമ്മൾ നേരത്തെ അഡ്വാൻസ്ഡ് നാറ്റ് ആയിരുന്നെങ്കിൽ ഇതിൽ DDNS ആയിരിക്കും. അപ്പോൾ ഈ അഡ്വാൻസ്ഡ് നാറ്റിൽ ക്ലിക്ക് ചെയ്യാം. SIP ഡീഫോൾട്ട് ഡിസേബിൾ ചെയ്ത് എനേബിൾ ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ VOIP എന്നുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ രജിസ്ട്രേഷൻ അഡ്രസ് ഡീറ്റെയിൽസ് ISPനോട് ചോദിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുക. ഔട്ട്ബൗണ്ട് പ്രോക്സി ടിക്കറ്റ് കൊടുക്കുക. ഈ ഒരു ഫീൽഡുകളിലൊക്കെ നമ്മളെ IP അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ലൈൻ 1 എനേബിൾ ചെയ്യുക. നമ്മളെ ലാൻഡ് ലൈൻ നമ്പർ 91 ഇൻക്ലൂഡിങ് ടൈപ്പ് ചെയ്യണം ഇവിടെ. അതുതന്നെ ഒന്നും കൂടി അക്കൗണ്ട് എന്നുള്ളടത്ത് കൊടുക്കുക. നമ്മളെ പാസ്വേഡ് എന്താണോ അത് കൊടുക്കുക. സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റാറ്റസിൽ VOIP ഇൻഫോയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ രജിസ്റ്ററിങ് കാണിക്കും. അതിന് ശേഷം രജിസ്റ്റേർഡ് ആവുകയും ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും VOIP കോൺഫിഗറേഷൻ എങ്ങനെ കോൺഫിഗർ ചെയ്യുന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ടെക്നിക്കൽ ടീമിന് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാകും വിചാരിക്കുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പുതിയ ഇതുപോലുള്ള നല്ല അടിപൊളി ടെക് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. സീ യു.